വെൽക്കം ടു മൈൻഡ് ടോക്ക്. എന്താണ് കൗൺസിലിംഗ്? എപ്പോഴാണ് നമ്മൾ ഒരു കൗൺസിലറെ കാണേണ്ടത്? രണ്ടാഴ്ചയിലധികമായിട്ട് കൂടി നിൽക്കുന്ന ഒരു കരച്ചിൽ നമുക്ക് തന്നെ അറിയില്ല. നമ്മൾ വളരെ അധികമായിട്ട് കരയാണ്, അല്ലെങ്കിൽ രണ്ടാഴ്ചയിലധികമായിട്ട് നമുക്ക് പേടി, എന്ത് കണ്ടാലും ഒരു പേടി വരികയാണ്. നമുക്ക് നമ്മളുണ്ടാകുന്ന ചിന്തകളെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. രാത്രിയിൽ ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ പലതരത്തിലുള്ള നൈറ്റ് മെയർസ്, ഭീതിജനകമായ സ്വപ്നങ്ങൾ കാണുക, ഭക്ഷണം കഴിക്കാനേ തോന്നാതിരിക്കുക, അടിക്കടിയായി നമുക്ക് ടോയ്ലറ്റിൽ പോകണമെന്നൊരു ടെൻഡൻസി ഉണ്ടാവുക. അതുവരെ ചെയ്തുകൊണ്ടിരുന്ന ഇഷ്ടമുള്ള പല വിഷയങ്ങളും നമുക്ക് ഒരു ഉന്മേഷം, നമ്മൾ അതുവരെ പാട്ട് പാടിക്കൊണ്ടിരുന്നവരായിരിക്കാം, നമുക്ക് പാട്ട് പാടാൻ തോന്നുന്നില്ല. നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നവരായിരിക്കാം, നമുക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല. അങ്ങനെ നമ്മൾ റൊട്ടീനായി ചെയ്തു വന്ന പല കാര്യങ്ങളും പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റാതാവുകയും, സങ്കടമെന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു തരം സങ്കടമാണ്, കരച്ചിലാണ്, പേടി വരികയാണ്. മൊത്തത്തിൽ നമുക്ക് എന്തോ ഒരു പ്രശ്നമെന്ന് തോന്നുന്ന അവസ്ഥയിൽ നമുക്കൊരു കൗൺസിലറെ കാണാവുന്നതാണ്. കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ടോക്ക് തെറാപ്പിയാണ്. നമ്മൾ ആദ്യമായി അവരെ നമ്മുടെ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് അവരുടെ മുഖത്ത് നോക്കി നമ്മളും അവരും തമ്മിലൊരു റാപ്പ്, ഒരു സൗഹൃദം രൂപപ്പെടുത്തുക എന്നുള്ളതാണ് കൗൺസിലിങ്ങിൻ്റെ ഒന്നാമത്തെ രീതി. അവർക്ക് നമ്മളോട് പറയാനുള്ള കാര്യങ്ങൾ വ്യക്തമായും വിശ്വാസ്യതയോടുകൂടിയും പറയുക എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനം. അതിന് ആ ഒരു വിശ്വാസം നേടിയെടുക്കുക എന്നുള്ളതും ഒരു കൗൺസിലറിൻ്റെ ഒന്നാമത്തെ ദൗത്യമാണ്. നമുക്ക് പെർസ്പെക്റ്റീവും പെർസെപ്ഷനും എന്ന് പറയുന്നത് പോലെ, നമുക്കിപ്പോൾ കണ്ണിൽ ഒരു സ്ഥലത്തൊരു ഗ്ലാസ്സിൽ വെള്ളം ഇരിപ്പുണ്ട്, അതിൽ ഹാഫ് ഗ്ലാസ് വെള്ളമേ ഉള്ളെങ്കിൽ നമ്മൾ നോക്കിയിട്ട് നമ്മളത് കണ്ടു, നമ്മളൊരു പെർസെപ്ഷനിൽ അത് വന്നു. നമ്മൾ പെർസ്പെക്റ്റീവിൽ അതെങ്ങനെ പറയണം, ഇത് ഹാഫ് ഗ്ലാസ് വെള്ളം എന്ന് പറയണോ, ഒരു ഹാഫ് എം ടി ആണെന്ന് പറയണോ, അതോ ഹാഫ് ഫുള്ളാണെന്ന് പറയുന്നുള്ളൂ നമ്മുടെ ഒരു പെർസ്പെക്റ്റീവാണ്. കുറച്ചും കൂടെ ഉയർന്ന തലത്തിൽ നിന്നുകൊണ്ട് ഒരു സഹാനുഭൂതിയോടുകൂടി അവരുടെ ഷൂവിൽ നിന്നുകൊണ്ട് അവരെ മനസ്സിലാക്കുക എന്നുള്ളത് ഒരു കൗൺസിലറിൻ്റെ അത്യാവശ്യമുള്ളൊരു ക്വാളിറ്റിയാണ്. ചിലപ്പോൾ അവർ വിചാരിക്കുന്നതാണ്, ഞാൻ പറയുന്ന കാര്യങ്ങൾ ആരും മനസ്സിലാക്കണില്ലല്ലോ, ഞാൻ ഉദ്ദേശിക്കുന്ന അതേ രീതിയിൽ ആർക്കും എന്നെ മനസ്സിലാവണില്ലല്ലോ എന്ന് സംശയം തോന്നുന്ന പല സന്ദർഭങ്ങളും ഉണ്ടാകും. എന്നെ ഒന്ന് കേൾക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് കരുതുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്. ഒന്ന് കേട്ടിരുന്നാൽ മതി, എനിക്ക് എന്തൊക്കെയോ പറയാനുണ്ട്, ഒന്ന് കേട്ടിരുന്നാൽ തന്നെ എനിക്കൊന്ന് സമാധാനം കിട്ടും എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇവർക്കെല്ലാം വേണ്ടിയിട്ടാണ് കൗൺസിലിംഗ് ഉള്ളത്. മാത്രമല്ല, ഈ കൗൺസിലിങ്ങിന് പല തട്ടുകളുണ്ട്. നമ്മൾ ഫസ്റ്റ് ഒരു കൗൺസിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിത് കേൾക്കുക, അവർക്ക് എന്താണ് പ്രശ്നമെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. കൃത്യമായ ഒരു പ്രശ്നമുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ അവർക്കൊരു ആങ്സൈറ്റി ഡിസോർഡർ ഉണ്ട്, അല്ലെങ്കിൽ ഡിപ്രഷനുണ്ട്, അല്ലെങ്കിൽ അവർക്കൊരു ബിഹേവിയറൽ ഇഷ്യൂ ഉണ്ട് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ ഒരു നോർമൽ സൈക്കോളജിസ്റ്റിന് അവരെ ഡീൽ ചെയ്യാൻ കഴിയില്ല. അതിനൊരു MPhil കഴിഞ്ഞ ഒരു റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ സർട്ടിഫിക്കേഷനുള്ള ഒരു കൗൺസിലറെയാണ് സമീപിക്കേണ്ടത്. അവർക്ക് പല രീതിയിലുള്ള അസസ്മെൻറ്റുകളുണ്ട്. ബിഹേവിയറൽ അസസ്മെൻ്റ് ഉണ്ട്, ആങ്സൈറ്റി ആണെങ്കിൽ ആങ്സൈറ്റിയുടെ അസസ്മെൻ്റ് ഉണ്ട്, ഡിപ്രഷൻ ആണെങ്കിൽ ഡിപ്രഷൻ അസസ്മെൻ്റ് ഉണ്ട്. ഈ അസസ്മെൻറ്റ് കണ്ടെത്തിയതിന് ശേഷമാണ് നമ്മളൊരു ട്രീറ്റ്മെൻറ്റിലേക്ക് എത്തുന്നത്. മാത്രമല്ല, എല്ലാവർക്കും ഒരു ചിന്തയുണ്ട്, ഭ്രാന്തുള്ളവരാണോ വട്ടുള്ളവരാണോ കൗൺസിലർ കാണുക എന്നുള്ളത്. ഒരിക്കലുമല്ല. നമുക്കൊരു ചിന്തയിലൊരു പാളിച്ച വരികയാണ്, ഞാൻ ചിന്തിക്കുന്നത് കറക്റ്റാണോ, എന്താണ്, എനിക്ക് എന്തോ ഒരു പ്രശ്നം സ്ട്രക്കായി നിൽക്കുന്നുണ്ടല്ലോ, ഒരു ക്ലാരിറ്റി വേണം. നമുക്കൊരു തോട്ടാണ്, നമ്മൾ പഠിച്ചെടുത്തിരിക്കുന്നതാണ് നമ്മുടെ തോട്ട്, നമ്മൾ ജനിക്കുമ്പോൾ ഉണ്ടായതല്ല. നമ്മളൊരു 11 വയസ്സ് മുതലാണ് നമുക്ക് ഈ തോട്ട് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ 11 വയസ്സ് വരെ തുടങ്ങുന്ന തോട്ട് പ്രോസസ്സ് ഒരു പക്ഷേ നമ്മളൊരു 4 വയസ്സ് മുതൽ 11 വയസ്സ് വരെ നമ്മൾ കണ്ടതും കേട്ടതുമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാകും. ആ സമയത്ത് നമുക്കതൊരു തോട്ടായിട്ട് രൂപപ്പെടുത്താൻ അറിയില്ല, കുട്ടികളാണ്. അതിനുശേഷം 11 വയസ്സ് കഴിഞ്ഞ് നമ്മൾ ഓരോ കാര്യങ്ങളും കാണുമ്പം ഈ പണ്ട് കണ്ടതും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങളെ ലിങ്ക് ചെയ്തിട്ട് നമ്മളൊരു മൈൽഡ് ലോജിക്ക് അവിടെ രൂപപ്പെടുത്തുകയാണ്. അത് കറക്റ്റ് ലോജിക്ക് ആയിരിക്കണമെന്നുമില്ല. അപ്പം നമ്മൾ ഇതേപോലൊരു സിറ്റുവേഷന് വരുമ്പോൾ നമ്മൾ ഒരു പക്ഷേ കേട്ടറിഞ്ഞ ഒരു കാര്യമാണ്, എൻ്റെ മദർ ഭയങ്കര പേടിയായിരുന്നു, അല്ലെങ്കിൽ പേടിച്ചിരുന്നു, പേടിയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ആ പേടിയെക്കുറിച്ച് കുറേ സംഭവങ്ങളുണ്ടെങ്കിൽ പിന്നീട് ഒരു 12 വയസ്സ് കഴിയുമ്പോൾ ഇവർ കാണുന്ന സംഭവങ്ങളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ അവർ ഈ ഒരു ടൈപ്പ് ഓഫ് സ്റ്റോറി ബ്രെയിനിൽ ഉണ്ടാക്കിയെടുക്കും. ഫ്യൂച്ചറിൽ അത് ഒരു ഡിപ്രഷനോ ആങ്സൈറ്റിയോ അങ്ങനെയൊരു സിസ്റ്റത്തിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ കറക്റ്റാണോ എന്ന് മനസ്സിലാക്കാൻ നമുക്ക് തീർച്ചയായും
ഒരു സൈക്കോളജിസ്റ്റിനെ സമീപിക്കാവുന്നതാണ്. അപ്പം എല്ലാവരും ചോദിക്കും, സംസാരിക്കാൻ വേണ്ടിയിട്ടാണോ നമ്മൾ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകുന്നത്? അവിടെയും നമുക്കൊരു മിസ്റ്റേക്ക് ഉണ്ട്. നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുമ്പോൾ സംസാരിക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ മാത്രം കഴിവാണ്. നമ്മുടെ ബ്രെയിനിൽ 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് ഇമോഷണൽ ബ്രെയിനാണ്, ഒന്ന് ലോജിക് ബ്രെയിനാണ്. ഈ ഇമോഷണൽ ബ്രെയിനാണ് മനുഷ്യൻ്റെ മാനസികപരമായ എല്ലാ അസുഖങ്ങളുടെയും കിടക്കുന്ന ഇമോഷണൽ ബ്രെയിനിലാണ്. നമ്മുടെ വിഷമം ആയാലും സങ്കടം ആയാലും എല്ലാം ഉള്ളത് ഇമോഷണൽ ബ്രെയിനാണ്. അതിന് പക്ഷേ സംസാരിക്കാൻ അറിയില്ല. ഈ ഇമോഷൻസ് കൂടി നിൽക്കുമ്പോഴത്തേക്ക് ബാലൻസ് പോവുകയാണ്, ഈ ലോജിക്കൽ ബ്രെയിൻ്റെയും ഇമോഷണൽ ബ്രെയിൻ്റെയും. ഈ ബാലൻസ് പോയിട്ട് ഇമോഷൻ കൂടുതലാവുകയും ഇമോഷണലായിട്ടുള്ള ബിഹേവിയർ നമ്മൾ കാണിക്കുകയും ചെയ്യും. അതേസമയം നമ്മൾ സംസാരിച്ചു തുടങ്ങുമ്പം പതിയെ നമ്മൾ ഈ ഇമോഷണൽ ബ്രെയിനിൽ നിന്ന് ലോജിക് ബ്രെയിനിലേക്ക് മാറപ്പെടുകയാണ്. നമ്മുടെ ലോജിക്ക് സ്ലോലി വർക്ക് ചെയ്ത് തുടങ്ങുകയും ആ ഒരു ബാലൻസിന് നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാനും വീണ്ടും ലോജിക് ബ്രെയിനിനെ മുകളിലേക്ക് എത്തിക്കാനും പറ്റും. അപ്പോൾ തുടർച്ചയായിട്ട് ചിലപ്പോൾ ഒരു 12 സെഷൻ വേണ്ടി വന്നേക്കാം, 4 സെഷൻ വേണ്ടി വന്നേക്കാം. ചിലർക്കൊന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ മതിയാവും. അവർക്ക് റിലാക്സ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ, ചിലർക്കൊന്ന് കരഞ്ഞാൽ ഇമോഷൻസ് നന്നായിട്ടൊന്ന് കരയുമ്പോൾ തന്നെ ഇമോഷൻസ് ബാലൻസ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ ഇമോഷൻസ് ബാലൻസ് ചെയ്യാൻ പറ്റും. ആ ഒരു രീതിയിൽ ആ ഇമോഷനെ ബാലൻസ് ചെയ്തിട്ട് അവർ തന്നെ സംസാരിക്കുകയാണ്, എനിക്കിതാണ് പ്രശ്നം, ഞാൻ ഇതൊക്കെയാണ് ഫേസ് ചെയ്ത് തുടങ്ങുന്നതെന്ന് അവർ തന്നെ അവരിലൂടെ കണ്ടെത്തിയിട്ട് അവരെ കൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിൻ്റെ ഒരു റിലീഫിനായിട്ട്, അഥവാ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് അവരെ കൊണ്ട് കണ്ടെത്തുക എന്നുള്ളതാണ് കൗൺസിലിങ്ങിൻ്റെ ഒരു രീതി. ഒരിക്കലും അതൊരു അഡ്വൈസ് അല്ല. നിങ്ങൾ എന്തിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ചിന്തിക്കുന്നത്, ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി കൊടുക്കലാണ് ഒരു കൗൺസിലറിൻ്റെ ജോലി. ഈ ഒരു സമയത്ത് ഇവർ കടന്നു പോകുന്ന കാര്യങ്ങൾ വാക്കുകളിലൂടെയോ, നമ്മൾ ജേണൽ എഴുതാൻ പറയും, ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ. ഈ ജേണലുകൾ എഴുതാൻ പറയുന്ന സമയത്ത് അവർ വീണ്ടും അക്ഷരങ്ങളിലേക്ക് പോകുക എന്നുള്ളത് മനുഷ്യന് മാത്രമുള്ള കഴിവാണ്. നമ്മൾ അക്ഷരങ്ങളിലേക്ക് പോകുമ്പോഴും നമ്മുടെ ലോജിക് ബ്രെയിനിൻ്റെ ബാലൻസ് ആണ് കൂടുന്നത്. അപ്പം സംസാരിക്കുക, എഴുതുക എന്ന് പറയുന്ന ചില കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ബ്രെയിനിൻ്റെ ഇമോഷണൽ ബാലൻസ് നമുക്ക് ലഘൂകരിക്കാൻ പറ്റും. അതല്ല ബിഹേവിയറൽ ഇഷ്യൂ ആണ്, കുറച്ചും കൂടെ വലിയ വലിയ കാര്യങ്ങളിലേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെഡിസിൻ വേണ്ടി വരും. ചിലപ്പം തെറാപ്പി കൊണ്ട് മാത്രം നമുക്ക് ശരിയാവും. ചില സന്ദർഭങ്ങളിൽ തെറാപ്പി പോരാ, മെഡിസിൻ കൂടി വേണ്ടി വരും. ചില സന്ദർഭങ്ങളിൽ മെഡിസിനും വേണം, തെറാപ്പിയും വേണം എന്നുള്ള അവസ്ഥ വരും. അഥവാ മെഡിസിൻ വേണം എന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി സീരിയസ് ഇഷ്യൂ ആയിരിക്കും. ആ ടൈമിൽ നമ്മൾക്കൊരു സൈക്യാട്രിസ്റ്റിനെയാണ് കാണേണ്ടത്. സൈക്യാട്രിസ്റ്റിനെ കാണുന്നതോടൊപ്പം തന്നെ നിങ്ങളൊരു സൈക്കോളജിസ്റ്റിനെ കണ്ട് കൗൺസിലിംഗ് നടത്തുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ബിക്കോസ് എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ ചിന്തിക്കുന്നത്, എന്തുകൊണ്ട് എനിക്കിങ്ങനെ ഒരു കരച്ചിൽ വരുന്നു എന്നുള്ള ഒരു രീതി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒപ്പം തന്നെ സ്ത്രീകളിലാണെങ്കിൽ തൈറോയിഡ് ഇഷ്യൂസ്, നമ്മളെപ്പോഴും ഒരു കൗൺസിലിങ്ങിനോ ഒരു തെറാപ്പിക്കൊക്കെ വരുന്നതിന് മുമ്പായിട്ട് തൈറോയിഡ് ചെക്ക് ചെയ്യാൻ പറയും. തൈറോയിഡ് ഇഷ്യൂസ് ഉണ്ടാകും, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസീസ്, നല്ല ബ്രെയിൻ ഫുഡുകൾ, കറക്റ്റായിട്ടുള്ള ബ്രെയിനെ ഉത്തേജിപ്പിക്കുന്ന രീതിയിലുള്ള ഫുഡുകളാണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ നന്നായിട്ട് എക്സസൈസ് ചെയ്യുന്നുണ്ടോ, സ്ത്രീകൾക്കാണെങ്കിൽ അവർക്ക് സുഹൃത്തുക്കളുണ്ടോ. കാരണം നമുക്ക് സോഷ്യലൈസേഷൻ ഒരു ഇമ്പോർട്ടൻ്റ് ഭാഗമാണ് നമ്മുടെ മെൻ്റൽ ഹെൽത്തിന്. നമ്മളിലുള്ള ആശയം ഏറ്റവും കൂടുതലായിട്ട് ഇപ്പം റിപ്പോർട്ട് ചെയ്യുന്നത് ഗ്രാമപ്രദേശങ്ങളെക്കാൾ കൂടുതൽ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ബാധിച്ചിരിക്കുന്നത് നഗരങ്ങളിൽ പാർക്കുന്നവർക്കാണ്. സ്ത്രീകളിൽ ഡിപ്രഷനും ആങ്സൈറ്റിയും എല്ലാം കൂടുതൽ. കാരണം അവർക്ക് പറയാനൊരാളില്ല, ദേ ആർ എഡ്യൂക്കേറ്റഡ്, അവർക്ക് വിദ്യാഭ്യാസമുണ്ട്. ആ ഉള്ളിലുള്ളൊരു വിങ്ങൽ അവർ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഗ്രാമങ്ങളിലെ സ്ത്രീകളാണെങ്കിൽ എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ അവിടെ നെയ്ബേഴ്സിനോടോ വീട്ടിലുള്ളവരോടോ മുതിർന്നവരോടോ ദേഷ്യമായിട്ടോ വിഷമമായിട്ടോ സങ്കടമായിട്ടോ എല്ലാം പറയും. പക്ഷേ നഗരങ്ങളിലുള്ളവർ എഡ്യൂക്കേഷൻ കൂടുതലാണ്, മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നൊരു രീതിയിൽ പറയാതിരിക്കും. ആ ഇമോഷൻ്റെ ഏരിയാസ് അതിൻ്റെ ത്രാസിൽ കൂടി വരികയും പിന്നെ അവർ ആ ഒരു ബിഹേവിയറിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. സോ നമ്മളത് തിരിച്ചറിയുക, അവരെ കേൾക്കാനൊരാളുണ്ടാവുക എന്നുള്ളതാണ് ഈ ഭൂമിയിൽ മനുഷ്യന് ഏറ്റവും ആഗ്രഹിക്കുന്നതും. അവന് കേൾക്കാനൊരാളുണ്ടാവുക. അവൻ മാത്രമല്ല, കേൾവി എങ്ങനെയായിരിക്കണം, അവൻ പറയുന്ന രീതി മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരാൾ അവനെ കേൾക്കാനുണ്ടാവുക എന്നുള്ളത്. അതിനാണ് പറയുന്നത് സൈക്കോളജിസ്റ്റുകൾ ഒരു എംപതറ്റിക്കൽ റിസണേഴ്സാണ്. അതായത് സൈക്കോളജിസ്റ്റുകൾ ഒരു എമ്പതി ഉള്ളവരാണ്, സഹാനുഭൂതിയോടുകൂടി അവരുടെ ഷൂവിൽ നിന്ന് അവരെന്താണ് പറയുന്നത് എന്ന് കേൾക്കാനും മനസ്സിലാക്കാനും കഴിയുന്നവരാണ്. സോ നിങ്ങൾക്കൊരു മാനസികമായ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ
ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കില്ല, നിങ്ങളുടെ ഹസ്ബൻഡിനായിരിക്കും. അദ്ദേഹത്തിൻ്റെ പല സ്വഭാവങ്ങളും പല പേഴ്സണാലിറ്റികളും നിങ്ങൾക്ക് ചേരുന്നില്ല. നിങ്ങൾ അത് കാരണം നിങ്ങൾ ബുദ്ധിമുട്ടിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ ഒരു ഇഷ്യൂവും നിങ്ങൾക്ക് തെറാപ്പിസ്റ്റിനോട് പറയാവുന്നതാണ്. പിന്നെ കപ്പിൾ തെറാപ്പീസ് ഉണ്ട്, കുട്ടികളുടെ ബിഹേവിയറൽ ഇഷ്യൂസ് ഉണ്ട്. ഇതിനെല്ലാത്തിനും തന്നെ നമുക്ക് ഒരു ടാബുവായിട്ട് എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആ ഒരു രീതിയിലല്ല. എൻ്റെ തോട്ട് പ്രോസസ്സ് നമ്മൾ അക്വയർ ചെയ്യുന്നതാണ്, നമ്മൾ നേടിയെടുക്കുന്നതാണ് നമ്മുടെ ചിന്തകൾ. ഓരോ വ്യക്തിയുടെയും ചിന്തകളും വ്യത്യാസമാണ്. അവൻ്റെ വളർന്നു വന്ന ചുറ്റുപാടുകൾ, അവൻ പഠിച്ചെടുത്ത അറിവുകൾ, അവൻ വായിച്ച പുസ്തകങ്ങൾ, അവൻ്റെ സുഹൃത്തുക്കൾ, എല്ലാവരിൽ നിന്നുമാണ് ഓരോരുത്തരുടെയും തോട്ട് പ്രോസസ്സ്. ഒരു വീട്ടിൽ 5 പേരുണ്ടെങ്കിലും 5 പേരുടെയും തോട്ട് പ്രോസസ്സ് വ്യത്യാസമായിരിക്കും. അപ്പം നമ്മുടെ ഈ തോട്ട് കൃത്യമാണോ, നമ്മൾ പോകുന്ന, നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമാണോ, ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമാണോ, എനിക്കെന്തെങ്കിലും തോട്ടിൽ പ്രശ്നമുണ്ടോ എന്ന് മനസ്സിലാക്കാൻ തീർച്ചയായും നമുക്ക് ഒരു സൈക്കോളജിസ്റ്റിനെ സമീപിക്കാവുന്നതാണ്. ഇത്തരത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു ഇമോഷണൽ ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ട്, നിങ്ങളുടെ ഉറക്കത്തെ അത് സാരമായി ബാധിക്കുന്നുണ്ട്, നിങ്ങളുടെ ഭക്ഷണ രീതികളെ അത് സാരമായി ബാധിക്കുന്നുണ്ട്, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ അത് ബാധിക്കുന്നുണ്ട്, നമ്മുടെ കുട്ടികളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ അത് ബാധിക്കുന്നുണ്ട്, നമ്മുടെ ജോലി സ്ഥലത്ത് നമുക്ക് കൃത്യമായ ജോലിയിൽ ഏർപ്പെടാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും ഒരു സൈക്കോളജിസ്റ്റിനെ സമീപിക്കാവുന്നതാണ്. അവരെ കാണുക, അവർ പറയുന്നത് മനസ്സിലാക്കുക, അതിനനുസരിച്ച് പ്രവർത്തിക്കാവുന്നതാണ്.